അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരും മോഡുലസ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. മോഡ് എക്സിന് അറ്റ് എക്സ് ഈക്വൽ ടു 0 ബി ഷേപ്പ് വരുന്നതെങ്കിൽ ഇവിടെ -3 2 ആയിരിക്കും വരുന്നത്. ഈ രണ്ട് പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരുന്നത് കൊണ്ട് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. x-2 ഇൻറ്റു x-1. ഇതിനകത്ത് ക്രിട്ടിക്കൽ പോയിന്റ് ടേണിങ് വരുന്നത് ഫസ്റ്റ് ഫാക്ടർ 0 കൊടുത്താൽ x ഈക്വൽ ടു 2, ഇത് 0 കൊടുത്താൽ x ഈക്വൽ ടു 1. അപ്പോൾ 2-ലും 1-ലും ഷാർപ്പ് എഡ്ജ് കോർണർ പോയിന്റ് വരും. ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആവും സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഇവിടെ കയറി വന്നിട്ട് x⁻6 പകരം 1 - y⁻6 കൊടുക്കും. -x⁻6 ആ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് y⁻6 - 1/y⁵ എഴുതിയിട്ട് സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യും. ഇങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയേക്കൂല്ലേ. ഡയറക്റ്റ് ഡിഫറൻസിയേഷനിലൂടെ പോയാലും കുഴപ്പമില്ല കേട്ടോ, ആൻസർ കിട്ടും. ഞാൻ ഇനിയിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ആൻസർ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് കുറേ തീറ്റി അതൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ പണി അങ്ങ് മാറ്റിയത്. Hello my dear students, welcome to Professor P.C. Thomas classes and Chaitanya classes. KEAM 2025 PYQ discussion, previous year question paperലേക്ക് മാത്തമാറ്റിക്സിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്വസ്റ്റ്യൻസ് പോലെയല്ല. കീമിന് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഡിഫറൻസിയേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നു. 2025 നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് 2026 ഈ വർഷം കീം എഴുതുന്ന സ്റ്റുഡൻസ്, ഈ വർഷം ഏപ്രിൽ നടക്കുന്ന കീം എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനായിട്ട് CBSE സ്റ്റുഡൻസിന് മാർച്ച് 13-നും സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് മാർച്ച് 18-നും ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാം കഴിഞ്ഞ് കീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഗ്യാപ്പേ കിട്ടുള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 11th 12th ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. NCERT ബേസ്ഡ് എൻട്രൻസ് ലെവലിലുള്ള കൺസെപ്റ്റുകൾ തിയറിയൊക്കെ പറഞ്ഞ് ഒന്ന് ബ്രീഫ് ചെയ്ത് ഫോർമുലാസ് ഒക്കെ തന്ന് പ്രീവിയസ് ഇയറിൽ കീമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഏപ്രിലിൽ നടക്കുന്ന കീം എക്സാമിന് നിങ്ങളൊന്ന് സെറ്റാക്കി എടുക്കും. അതാണ് ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സുകളുണ്ട്. ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. മാർച്ച് 13-നും മാർച്ച് 18-നുമാണ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഇപ്പോൾ 11th 12th പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്കൂൾ എക്സാമിന് വേണ്ടിയിട്ടോ ക്ലാസ് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺസെപ്റ്റ് എൻട്രൻസിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് 11th-ലെയും 12th-ലെയും കംപ്ലീറ്റ് ടോപ്പിക്ക് ചാപ്റ്റർ വൈസ് കൺസെപ്റ്റ് പറഞ്ഞ് മാത്സ് ഒക്കെ ആണെങ്കിൽ പ്രോബ്ലം എല്ലാം 1 by 1 ആയിട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ എൻട്രൻസിന് വേണ്ടി പഠിക്കുമ്പോൾ ഏത് ടോപ്പിക്കിലായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നോക്കി ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞു ഡിഫറൻസിയേഷൻ ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജെയ്ക്ക് ഡിഫറൻസിയേഷന് കാര്യമായ ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ കീമിന് അങ്ങനെയല്ല. കീമിന് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യനോളം പല സ്ലോട്ടിലും വന്നു. ചില സ്ലോട്ടിൽ 5 ക്വസ്റ്റ്യൻ, ചില സ്ലോട്ടിൽ 6 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യനൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ f(x) = mod x² + x - 6 ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 2 പോയിന്റ്സ്. നിങ്ങൾക്കറിയാം, ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ അത് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അത് കൂടാതെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. പക്ഷെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഷാർപ്പ് എഡ്ജ് വെർട്ടെക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിലും അത് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, അത് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മോഡ് എക്സിൽ ഷാർപ്പ് എഡ്ജ് വരും. അവിടെ അത് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും.
അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ എടുത്താൽ ഇതിൻ്റെ നമുക്ക് മിഡിൽ ടേം ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ x+3 ഇൻറ്റു x-2 എന്ന് എഴുതാം. നിങ്ങൾക്കറിയാം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫ് പരാബോളിക് ഷേപ്പിൽ വരും. അപ്പോൾ ഇതിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് എന്നും രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് വരുന്നത് ഒന്ന് x=-3 മറ്റത് x=2 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഗ്രാഫ് വരുന്നത്. x=-3 ആൻഡ് x=2. അപ്പോൾ ഏകദേശം ഈ രീതിയിലാണ് ഗ്രാഫ് പോകുന്നത്. x=-3 എന്നും x=2 എന്നും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബിലോ ദി എക്സ് ആക്സിസ് വരുന്നതിന്റെ ഇമേജ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ഒരു കറക്റ്റ് ഗ്രാഫ് വരുന്നത് ഇവിടെ വരെ വരും -3 വരെ, ഇതിവിടെ വരെ വരും 2 വരെ. ഇവിടെ വന്നിട്ട് ഈ താഴേക്ക് പോകുന്നതിന്റെ മിറർ ഇമേജ് വരും. ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരും മോഡുലസ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. മോഡ് എക്സിന് അറ്റ് x=0 വി ഷേപ്പ് വരുന്നതെങ്കിൽ ഇവിടെ -3ലും 2ലും ആയിരിക്കും വരുന്നത്. ഈ രണ്ട് പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരുന്നത് കൊണ്ട് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഒരു വാല്യൂ -3 ആണ്, അതിൻ്റെ സ്ക്വയർ എടുത്താൽ 9 കിട്ടും. അടുത്ത വാല്യൂ 2 ആണ്, അതിൻ്റെ സ്ക്വയർ എടുത്താൽ 4 കിട്ടും. 9 + 4 13 എന്ന് ആൻസർ കിട്ടും. NCERT നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും അറിഞ്ഞിരിക്കണം. വീണ്ടും മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് മോഡ് sin 3x മൈനസ് മോഡ് cos 3x. എക്സ് 30ക്കും 60ക്കും ഇടയ്ക്കാണ്. ഇവിടുത്തെ ആംഗിൾ 3x ആയതുകൊണ്ട് ഞാൻ ഇതിനെ കംപ്ലീറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കംപ്ലീറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ π/2 < 3x π എന്ന് വരും. കംപ്ലീറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് മീൻസ് 3x ലൈസ് ഫ്രം π/2 ടു π. എന്തുകൊണ്ടാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം? ഇവിടെയൊക്കെ ആംഗിൾ 3x ആണ് കൊടുത്തേക്കണേ. അപ്പോൾ 3x എന്ന് പറയുന്നത് π/2 ടു π എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് വരും? 90 മുതൽ 180 വരെ സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ കറക്റ്റായിട്ട് എഴുതിയാൽ sin 3x പ്ലസ് കോസ് 3x വരും. എങ്ങനെയാണ് പ്ലസ് കോസ് 3x വന്നത്? മോഡ് എക്സ് എന്ന് പറയുന്നതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് -x എന്ന് എഴുതും. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ, ഏത് ഈ മോഡുലസിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണെങ്കിൽ -x കൊടുക്കും. +x എന്ന് എഴുതും. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ =0 വന്നാലും 0. അപ്പോൾ ഈ cos 3x എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനകത്തൊരു മൈനസോടെ അഡീഷണൽ വരും. ഇപ്പോൾ -*- അത് പ്ലസ് ആയി. ഇനി f'(x) കണ്ടാൽ ഡിഫറൻസിയേഷൻ നടത്തിയാൽ sin 3x ഡിഫറൻസിയേഷൻ cos 3x എന്ന് വരും. ഇൻറ്റു 3x 3 കിട്ടും. അതുപോലെ തന്നെ cos 3x ഡിഫറൻസിയേഷൻ -sin 3x എന്ന് വരും. ഇൻറ്റു 3x 3 എന്ന് കിട്ടും. അറ്റ് x π/4 ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന് π/4 കൊടുക്കുമ്പോൾ 3 വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. cos 3π/4 എന്ന് വരും. മൈനസ് sin 3π/4 എന്നും വരും. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു cos 3π/4. 3π/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്താൽ 3π/4നെ π + π/4 എന്ന് എഴുതാം. π + π/4 എന്ന് പറയുമ്പോൾ π പ്ലസ് അല്ല, π - 3 അല്ലേ ഉള്ളൂ. അപ്പോൾ π - π/4. 5π/4 ആയിരുന്നെങ്കിലാണ് π പ്ലസ് എന്ന് എഴുതേണ്ടത്. π - π/4. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. π പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡിലേക്ക് പോകും. π - സെക്കൻഡിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ പറയുന്ന കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -cos π/4 വരും. അങ്ങനെ -1/√2 എന്നും sin 3π/4 സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് തന്നെയാണ്, 1/√2 എന്നും വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു √2 LCM ആയിട്ട് എടുത്താൽ ന്യൂമറേറ്റർ -1 - 2 എന്ന് കിട്ടും. അത് കട്ട് ചെയ്ത് പോയിട്ട് ന്യൂമറേറ്റർ √2 കിട്ടും. അങ്ങനെ നമുക്ക് -3√2 എന്ന ആൻസർ കിട്ടും. മൈനസ് അവിടെ വരും, 3 അങ്ങനെ വരും. 2ഉം √2ഉം കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് √2 എന്ന് കിട്ടും. അങ്ങനെ -3√2. ഇത് ഡിഫറൻസിയേഷനിൽ ഉപരിയായിട്ട് ട്രിഗണോമെട്രി ഒന്ന് അറിഞ്ഞിരിക്കണം, ബേസിക് ട്രിഗണോമെട്രി ആണെങ്കിൽ പോലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ h(x) = ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്.
എഫ് ഡാഷ് ജി ഡാഷ് ജി എല്ലാം തന്നിട്ടുണ്ട് എച്ച് ഡാഷ് ഓഫ് 3. മറ്റൊന്നുമില്ല, എച്ച് ഡാഷ് ഓഫ് 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ നടത്തുക, എക്സിന് 3 കൊടുക്കുക, അപ്പോൾ ഡിഫറൻസിയേഷൻ നടത്തും. എച്ച് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിന്റെ ഡിഫറൻസിയേഷൻ എഫ് ഡാഷ്. ആദ്യം എഫിന്റെ ചെയിൻ റൂൾ, എഫിന്റെ ഡിഫറൻസിയേഷൻ എഫ് ഡാഷ് 1/1 ആയിട്ട് ചെയ്യുക. ഇൻറ്റു ഇനി എന്തിന്റെ നടത്തണം? റൂട്ടിന്റെ ഡിഫറൻസിയേഷൻ 1/2 റൂട്ട് ഓഫ് ജി ഓഫ് എക്സ് വരും. ഇപ്പോൾ റൂട്ടിന്റെ കഴിഞ്ഞു. ഇൻറ്റു ഇനി എന്തിന്റെ നടത്തണം? ജി ഓഫ് എക്സ്, അത് ജി ഡാഷ് എക്സ്. ആ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന്റെ റിവേഴ്സ് ഓർഡറിൽ ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതി. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ ആദ്യം ജി വർക്ക് ചെയ്യും, പിന്നെ അതിന്റെ റൂട്ട് എടുക്കും, പിന്നെ അതിന്റെ എഫ് എടുക്കും. ജി റൂട്ട് എഫ് റിവേഴ്സ് ഓർഡറിൽ, ആദ്യം എഫിന്റെ, പിന്നെ ജി റൂട്ട് എഫ്, എഫ് റൂട്ട് ജി, റിവേഴ്സ് ഓർഡറിൽ ഡിഫറൻസിയേഷൻ നടത്തി. ഇനി ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂവും കൊടുത്തോളൂ. എച്ച് ഡാഷ് ഓഫ് 3, എക്സിന് 3 കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് റൂട്ട് ഓഫ് ജി ഓഫ് 3, എക്സിന് 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ജി ഓഫ് 3 എത്രയാണ്? ജി ഓഫ് 3 9 ആണ്. ഇൻറ്റു 1/2 ഇൻറ്റു ഇവിടെ റൂട്ട് ഓഫ് എക്സിന് കംപ്ലീറ്റ് എക്സിന് 3 കൊടുക്കുക കേട്ടോ. എല്ലാ എക്സിന്റെ പ്ലേസിൽ നമ്മൾ 3 3 3 എന്ന് കൊടുത്തു. എല്ലാ എക്സിന്റെ പ്ലേസിൽ നമ്മൾ 3 3 3 എന്ന് കൊടുക്കും. അപ്പോൾ ജി ഓഫ് 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ റൂട്ട് 9 വരും. ഇൻറ്റു ഇവിടെ ജി ഡാഷ് ഓഫ് 3 ആണ്. ജി ഡാഷ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 9. ജി ഓഫ് 3 എല്ലായിടത്തും 9. അപ്പോൾ എഫ് റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 3 ഇൻറ്റു 1/2 ഇൻറ്റു 3 ഇൻറ്റു 3 വരും. 3 3 കട്ട്. എഫ് ഡാഷ് ഓഫ് 3 അവർ തന്നിട്ടുണ്ട്, അത് 6 ആണ്. അപ്പോൾ 6/2 എന്ന് കിട്ടും. എല്ലാത്തിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. 6/2 3, സെക്കൻഡ് ഓപ്ഷൻ. തെറ്റിയോ? 6/2 3 എച്ച് ഡാഷ് ഓഫ് എക്സ് നോക്കട്ടെ. എഫ് ഡാഷ് ഓഫ് ജിയോ, ആദ്യം എഫിൻ്റെ ഡിഫറൻസിയേഷൻ എഫ് ഡാഷ്, പിന്നെ റൂട്ടിൻ്റെ 1/2 റൂട്ട്, പിന്നെ ജിയുടെ ജി ഡാഷ്, എക്സിന് 3 കൊടുത്തു. ജി ഓഫ് 3 9, എഫ് ഡാഷ് ഓഫ് 3 എഫ് ഡാഷ് ഓഫ് 3 എനിക്ക് തെറ്റിട്ടോ. എഫ് ഡാഷ് ഓഫ് 3 3 അല്ല, എഫ് ഡാഷ് ഓഫ് 3 6 തന്നെയല്ലോ കൊടുത്തേക്കണേ. എഫ് ഡാഷ് ഓഫ് 3 6 കൊടുത്തു, പിന്നെ 3 3 കട്ട് ചെയ്ത് പോയി. /2 ഇല്ലേ? /2 /2 എന്ന് പറയുമ്പോൾ ആൻസറിൽ മിസ്റ്റേക്ക് ഉണ്ടോ? 3 തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസർ. നോക്കാം നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇല്ല, ശരിയാണ്, 3 തന്നെയാണ് കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ്, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു എ പ്ലസ് കോസ് എക്സ്. ദെൻ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് 5/3 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ എഫ് ഡാഷ് ഓഫ് എക്സ്. പ്രോഡക്റ്റ് റൂൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്തേക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു എയുടെ ഡിഫറൻസിയേഷൻ 0 വരും. കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് വരും. പ്ലസ് എ പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2 കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നും കിട്ടും അല്ലേ? കോസ് സ്ക്വയറിൻ്റെ 2 കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് 5/3 എക്സിന് 5/3 കൊടുക്കുന്നു. എക്സിന് 5/3 കൊടുക്കുമ്പോൾ കോസ് സ്ക്വയർ 5/3, കോസ് സ്ക്വയർ 60, കോസ് 60 1/2 ആണ്. അതിൻ്റെ സ്ക്വയർ 1/4 വരും. ഇവിടെ ഇൻറ്റു സൈൻ 60, സൈൻ 60 √3/2 ആണ്. അതിന് മൈനസ് ഉണ്ട്. പ്ലസ് എ ഇൻറ്റു എ പ്ലസ് കോസ് 60, കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇൻറ്റു 2 ഇൻറ്റു വീണ്ടും കോസ് 60, അത് 1/2 ആണ്. സൈൻ 60 √3/2 ആണ് അല്ലേ? ദെൻ എഫ് ഡാഷ് ഓഫ് 5/3 0 ആണ്. ഇത് 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് 0 എന്ന് കൊടുക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ √3/8 കിട്ടും. മൈനസ് √3/8 ഇപ്പോൾ വരുമ്പോൾ √3/8 വരും. ദെൻ ഇവിടെ ഒരു 2/2 കട്ടായി പോകുന്നു. എ പ്ലസ് ഹാഫ് ഇൻറ്റു √3/2 വരുന്നു.
√3 കട്ട് 2 ഹാഫ് 8 കട്ട് ഇവിടെ 4 വരും. അപ്പോൾ 1/4 ഈക്വൽ ടു വരും. 1/2 ലെഫ്റ്റിലേക്ക് വന്നാൽ 1/4 മൈനസ് 1/2 ഈക്വൽ ടു എ വരും. 1/4 മൈനസ് 1/2 ഈക്വൽ ടു എ എന്ന് വരും. 4 LCM ആയിട്ട് എടുത്താൽ 1 മൈനസ് 2 വരും. 1 മൈനസ് 2 എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. നമുക്ക് എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്, ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. കോസ് സ്ക്വയർ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തിയപ്പോൾ 2 കോസ് എക്സ് ഇൻറ്റു കോസിൻ്റെ ഡിഫറൻസിയേഷൻ വരുമ്പോൾ മൈനസ് സൈൻ വരും. ഒരു മൈനസ് മാറിയതാ. അപ്പോൾ ഇവിടെ മൈനസ് വരും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ചെറിയ തെറ്റ് വരും. എന്താണ് തെറ്റ് വരിക? ഇവിടെ ഒരു മൈനസ് ഉണ്ടാകും. അപ്പോൾ ആ മൈനസ് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൈനസ് 1/4 ഈക്വൽ ടു എ പ്ലസ് ഹാഫ് വരും. അപ്പോൾ മൈനസ് 1/4 മൈനസ് ഹാഫ് ഈക്വൽ ടു എ കിട്ടും. എ ഈക്വൽ ടു 4 LCM ആയിട്ട് എടുത്താൽ -1 -2 വരും. ദെൻ ഇറ്റ് ഈസ് -3/4 എന്ന് വരും. നമുക്ക് കിട്ടിയ ഓപ്ഷൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എങ്കിൽ മാർക്ക് ചെയ്ത് തന്നെ നെഗറ്റീവ് അടിച്ചതിന്. ചെറിയൊരു തെറ്റ്. കോസ് സ്ക്വയർ ഡിഫറൻസിയേഷൻ എടുത്തപ്പോൾ കോസ് സ്ക്വയറിൻ്റെ 2 കോസ് എക്സ് വരും. പിന്നെ കോസ് എക്സിൻ്റെ എഴുതിയപ്പോൾ മൈനസ് സൈൻ എഴുതേണ്ട സ്ഥാനത്ത് പ്ലസ് സൈൻ എഴുതി തെറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയാലും മതി. ഓപ്ഷൻ അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. dy/dx ഈക്വൽ ടു ടാൻ ഇൻവേഴ്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് ടാൻ ഇൻവേഴ്സിൻ്റെ ഡിഫറൻസിയേഷൻ. ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ വരുന്ന ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസിയേഷൻ, ദാറ്റ് ഈസ് 2x - 1 എന്ന് വരും. അപ്പം ന്യൂമറേറ്റർ 2x - 1 വരും. ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് ഓപ്ഷൻ. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ, ഡയറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, സീക്ക് ഓഫ് ഇതും ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതിയല്ലോ. dy/dx ഈക്വൽ ടു സീക്കിൻ്റെ ഡിഫറൻസിയേഷൻസ്. ആദ്യം സീക്കിൻ്റെ സീക്ക് ഇൻറ്റു ടാൻ വരും. അപ്പോൾ സീക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. സീക്കിൻ്റെ ഡിഫറൻസിയേഷൻ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ദെൻ ടാൻ ഇൻവേഴ്സിൻ്റെ വിച്ച് ഈസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. സീക്കിൻ്റെ ഡിഫറൻസിയേഷൻ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇപ്പോൾ ഇവിടെ എക്സ് അല്ല, ടാൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ സീക്ക് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ്. ദെൻ എക്സിന് എന്ത് കൊടുക്കുന്നു? എക്സിന് √3 കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എക്സിന് √3 എന്ന് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് √3. ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ ടാനിന് എപ്പോഴാണ് √3 കിട്ടുന്നത്? ടാനിന് √3 കിട്ടുന്നത് 60-ലാണ്, അഥവാ π/3 അല്ലേ. π/3. അപ്പോൾ ഇതെന്ത് കിട്ടും? സീക്ക് π/3 ഇൻറ്റു ഇത് പിന്നെ എക്സ് ആയി പോയിട്ടോ. ഡയറക്റ്റ് അങ്ങ് π/3 എന്നങ്ങ് എഴുതിയാൽ പോരെ അല്ലേ. ടാനിൻ അല്ല, സോറി, √3 എന്ന്. π/3 അല്ല, √3. ഏത് ടാൻ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തിട്ട് √3 എന്നങ്ങ് എഴുതിയാൽ മതി. ഇൻറ്റു 1/1 പ്ലസ് 3 വരും. √3യുടെ സ്ക്വയർ എടുത്താൽ 3 കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. സീക്ക് 60 എന്ന് പറയുമ്പോൾ 2 ആണ് കേട്ടോ. 62 ആണ്. ബിക്കോസ് കോസ് 60 1/2 ഇൻറ്റു √3 ഇൻറ്റു 1/4 വരും. അപ്പോൾ 4ഉം 2ഉം കട്ട് ചെയ്ത് പോയിട്ട് √3/2 എന്ന് വരും. ഫോർത്ത് ഓപ്ഷൻ. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ. ആദ്യം 1-2 മോഡുലസ് കണ്ടു. പിന്നെ കണ്ടത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ചെയിൻ റൂൾ, ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ കുറേ റൂട്ടും ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നാം. പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമുക്കിതിനെ എങ്ങനെ എഴുതാം? f(x) എന്ന് പറയുന്നത് x⁻³ അല്ല, 4/3. മാറിപ്പോവരുതേ. 4/3/x⁻²/3. കാരണം nth root of x is written as x⁻1/n അല്ലേ. This can be written as x⁻4/3 minus 2/3 a⁻m/n a⁻m-n which is x⁻2/3. Then f'(x) എന്ന് പറഞ്ഞാൽ 2/3 into x⁻2/3 - 1
2/3 into x raised to 2/3 minus 1, which is 2/3 into x raised to minus 1/3, n into x raised to n minus 1. f dash of 27 ആണ് ആവശ്യം. f dash of 27. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ f dash xനെ എങ്ങനെ എഴുതാം? 2/3 into x raised to 1/3 എന്ന് എഴുതാം. a raised to minus n is 1 by a raised to. xന് പകരം 27 കൊടുക്കുന്നു, which is 2/3 into 27 raised to 1/3. 27 raised to 1/3 എന്ന് പറഞ്ഞാൽ cube root of 27. That become 3. So answer become 2/9. Second option. Direct differentiation. The a raised to m all raised to n എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്ത് ചെറിയ ചേഞ്ച് വരും. അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 2. ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുമ്പോൾ ഇത് കണ്ടിന്യൂസും ആയിരിക്കും അല്ലേ? കണ്ടിന്യൂസും ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് ഇതിനെ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യാം. ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ 10x പ്ലസ് എ, ഇവിടെ 2x വരും. ഇഫ് എക്സ് ലെസ് ദാൻ 2, ഇവിടെയോ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും അല്ലേ? ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 2. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ആയിരിക്കും. ലെഫ്റ്റും റൈറ്റും ഡെറിവേറ്റീവ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് 2വിനേക്കാൾ ചെറുത്, എക്സ് ലെസ് ദാൻ 2. അതിന് ഡിഫറൻസിയേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 2 മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എടുക്കുന്നു, എക്സിന് 2 കൊടുക്കുന്നു. അപ്പോൾ 10 into 2 പ്ലസ് എ is equal to എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് 2 into 2. സോ എ is equal to 4 minus 20 എന്ന് വരും, which is minus 16. 4 minus 20, answer become minus 16. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ വേണമെങ്കിൽ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. അതിലും കുറച്ചുകൂടെ എളുപ്പമല്ലേ ട്രിഗണോമെട്രിയുടെ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ? എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ √2 sin x ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് 2x 2 കോസ് സ്ക്വയർ എക്സ് എന്ന റിസൾട്ട് പഠിക്കുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു √2 sin x ബൈ √2 കോസ് എക്സ് വരും. √2 ക്യാൻസൽ, ഇറ്റ് ബിക്കം tan x. f of x tan x ആണെങ്കിൽ what is f dash x, which is sec square x. f dash x is what? That is sec square x. x ന് π/6 കൊടുക്കൂ. f dash of π/6, which is sec square π/6. sec square π/6. x ന് പകരം 30 കൊടുക്കും അല്ലെ? എക്സിന് പകരം 30 കൊടുത്താൽ സീക്ക് സ്ക്വയർ 30. സീക്ക് 30 എത്രയാണ്? 2 അല്ല, √3/2 ആട്ടോ. 30 അല്ലേ, √3/2. അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഓപ്ഷൻ 3 തരും. സീക്കാണ്. ഇപ്പം എനിക്ക് തെറ്റിയാണ്. ഇപ്പം ഞാൻ 3/4 മാർക്ക് ചെയ്തന്നെ. √3/2 ആരാണ്? കോസ് 30. ഇത് സീക്ക് 30 ആയതുകൊണ്ട് 2/√3. ഇപ്പോൾ ഒരു നെഗറ്റീവ് അടിച്ചേനെ ഞാൻ. 2/√3. പ്രത്യേകം ശ്രദ്ധിക്കണേ. ആൻസർ വെക്കാം 4/3. ആൻസർ വെക്കാം 4/3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ചെറിയ ശ്രദ്ധക്കുറവ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. du/dx കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിതൊന്ന് ആദ്യം യു ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എക്സ് റൈസ് ടു -2 എന്ന് വരും. അതിന്റെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ -2/x³. എഫ് ഡബിൾ ഡാഷ് എക്സ് അല്ലേ, 1/x² വരും. 1/x² നമുക്ക് എക്സ് റേസ് ടു -2 എന്ന് എഴുതി. -2 into എക്സ് റേസ് ടു -2 - 1, ദാറ്റ് ഈസ് -2 into എക്സ് റേസ് ടു -3. ഇനി ഇതിന്റെ ഡിഫറൻസിയേഷൻ എക്സ് റേസ് ടു -3 വരും. അപ്പോൾ അതിന്റെ ഡിഫറൻസിയേഷൻ -3/x റേസ് ടു -4, ദാറ്റ് ഈസ് 6/x റേസ് ടു 4. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1/x² ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ്. അത് എത്രയാണ്? 6/x റേസ് ടു 4. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6/x റേസ് ടു 6. അതാണ് എന്ത്? യു. 6/x റേസ് ടു 6. du/dx കാണാനാണ് പറഞ്ഞേക്കുന്നത്. du/dx വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഈ എക്സ് റേസ് ടു 6 ന്യൂമറേറ്ററിലേക്ക് പോയാൽ എക്സ് റേസ് ടു -6 ആവും. അതിൻ്റെ ഡിഫറൻസിയേഷൻ -6 into എക്സ് റേസ് ടു -7 വരും.
അപ്പോൾ -36 ഇൻറ്റു x⁻⁻7 ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, അവർ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കുന്നു, അല്ലാതെ du/dx എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രോഡക്റ്റ് ചെയ്താലും തെറ്റൊന്നുമില്ല. നമ്മൾ അത് u കണ്ടുപിടിച്ചു, ദെൻ അതിനെ x വെച്ച് ഡിഫറൻസിയേഷൻ നടത്തി. അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു d²y/dx² കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, നമുക്ക് 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്താം അല്ലേ? അതല്ലേ പറ്റുള്ളൂ. dy/dx എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗിൻ്റെ x-1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് x-1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x-1ൻ്റെ ഡെറിവേറ്റീവ് 1. x-1 കട്ട്. ഇത് കുറച്ചുകൂടെ എളുപ്പമായി. 1 പ്ലസ് ലോഗ് x-1 എന്ന് കിട്ടും. അടുത്ത ഡിഫറൻസിയേഷൻ, അഗെയിൻ ഡിഫറൻഷിയേറ്റ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു x. ദെൻ 1ൻ്റെ ഡിഫറൻസിയേഷൻ 0 കിട്ടും. ലോഗിൻ്റെ ഡിഫറൻസിയേഷൻ 1/x-1 എന്ന് കിട്ടും. 1ൻ്റെ ഡിഫറൻസിയേഷൻ 0, ലോഗിൻ്റെ ഡിഫറൻസിയേഷൻ 1/x-1. അറ്റ് x = 3 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്താൽ, എക്സിന് 3 കൊടുത്താൽ എന്ത് കിട്ടും? 1/3 - 1, ദാറ്റ് ഈസ് 1/2 ഫോർത്ത് ഓപ്ഷൻ. 1/2 ഫോർത്ത് ഓപ്ഷൻ, ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ e⁻x = y എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദെൻ -dy/dx ആണ്. നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഡിഫറൻസിയേഷൻ നടത്തിയേക്കാം അല്ലേ? 0, 3 എക്സിനും വൈക്കും വാല്യൂ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യട്ടോ. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് e⁻x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് 2 ഇൻറ്റു റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 √1 പ്ലസ് x. 2 കട്ട്. ചിലർ ഈ ഡിഫറൻസിയേഷൻ കഴിയുമ്പോൾ ബാക്കി ചെയ്യില്ല, മറന്നു പോകും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു y പ്ലസ് y. ഇതറിയില്ലാത്തതുകൊണ്ടല്ല, ആ എക്സാമിൻ്റെ സമയത്ത് ചിലപ്പോൾ ഞാൻ മറന്നു പോകും, സ്പീഡിലല്ല ചെയ്യുന്നത്. ഇൻറ്റു e⁻x = 0. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് = 0. ഇനി ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു എന്നേ. എക്സിന് പകരം 0 എന്നും വൈക്ക് പകരം 3 എന്നും കൊടുത്തോ. അപ്പോൾ എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ ഇത് 1 കിട്ടി, e⁻0 ഇൻറ്റു dy/dx അങ്ങനെ തന്നെ എഴുതി. എക്സ് കാണുന്നിടത്തൊക്കെ 0, y കാണുന്നിടത്തൊക്കെ 3. ഇവിടെ എക്സിന് 0 കൊടുത്തു, അപ്പോൾ ഇവിടെ 1 കിട്ടി. പ്ലസ് ഇവിടെ y ആ ഉള്ളത്, വൈക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? വൈക്ക് പകരം 3 കൊടുക്കണം. പ്ലസ് 2 ഇൻറ്റു എക്സിന് പകരം 1 കൊടുത്തു, അല്ല എക്സിന് പകരം 0 കൊടുത്തു. 2 × 1 പ്ലസ് 0. അപ്പോൾ കിട്ടിയിരിക്കുന്നത് dy/dx പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 5 = 0. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രശ്നം സംഭവിക്കൂട്ടോ. എന്താണെന്നറിയോ? dy/dx = -6 എന്ന് എഴുതും. ഓപ്ഷൻ 5th മാർക്ക് ചെയ്യും. ക്വസ്റ്റിൻ്റെ കാര്യം മറന്നുപോകും. അതിനുവേണ്ടി മാത്രം അവരൊരു മൈനസ് പ്രതീക്ഷിച്ചിട്ടുണ്ട്. dy/dx -6 കിട്ടി, 5th ഓപ്ഷൻ മാർക്ക് ചെയ്യും, നെഗറ്റീവ് ഓടിക്കും. -dy/dx ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 4th ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. അടുത്ത് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾക്കറിയാം. മോഡ് x-5ൻ്റെ ഇങ്ങനെ വരും. ഇതിൻ്റെ നെഗറ്റീവ് മൈനസ് ഓഫ് എടുക്കുമ്പോൾ അതിൻ്റെ ഉൾട്ട താഴേക്ക് വരും. +10 എടുക്കുമ്പോൾ അത് മുകളിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ കിട്ടും. 10 - മോഡ് x-5. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഷാർപ്പ് എഡ്ജ് വരുന്നത് 5-ലായിരിക്കും. 5-ൽ ഇത് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. മോഡുലസ് ഫംഗ്ഷനിൽ ആ ഷാർപ്പ് എഡ്ജ് വരുന്നതിൻ്റെ ആ ക്രിട്ടിക്കൽ പോയിന്റ് അവിടെ അത് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അടുത്തത് f(x) തന്നിട്ടുണ്ട്, g(x) തന്നിട്ടുണ്ട്, g'(0) കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ g(x) വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. f(x) അപ്പോൾ g'(x) എഴുതി കഴിഞ്ഞാൽ g'(x) എന്ന് പറഞ്ഞാൽ f(f(x) ഇൻറ്റു f'(x) എന്ന് വരും. f'(f(x) ഇൻറ്റു f(x). ഞാൻ
ജി ഓഫ് എക്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നിന്നില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഡിഫറൻസിയേഷൻ നടത്തിയെന്ന് മാത്രം. എന്നിട്ട് എക്സിന് 0 കൊടുത്തു. അപ്പോൾ ജി ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് 0 കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലോഗ് 3 എന്ന് കിട്ടും. ലോഗ് 3. കാരണം എന്താ? സൈൻ്റെ ഡിഫറൻസിയേഷൻ അല്ല, സൈനകത്ത് സൈൻ 0 0 ആയി. അപ്പോൾ ഇവിടെ ശരിക്കും എഫ് ഡാഷ് ഓഫ് ലോഗ് 3 എന്ന് എഴുതി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് എന്ന് കണ്ടുപിടിച്ചേക്കാം. എന്ത് കിട്ടും? എഫ് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗിന്റെ ഡിഫറൻസിയേഷൻ 0 വരും, സൈനിന്റെ കോസും വരും, അങ്ങനെ അത് മൈനസ് കോസ് എക്സ് വരും. ശരിയല്ലേ? മൈനസ് കോസ് എക്സ് വരും. ഇനി വീണ്ടും എഫ് ഡാഷ് ഓഫ് ലോഗ് 3, ഈ എക്സിന് പകരം ലോഗ് 3 കൊടുക്കൂ. അപ്പം മൈനസ് കോസ് ഓഫ് ലോഗ് 3 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0, ഈ എക്സിന് പകരം 0 കൊടുക്കൂ. കോസ് 0 മൈനസ് 1. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, ഇറ്റ് ബിക്കം കോസ് ഓഫ് ലോഗ് 3 എന്ന് വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, കോസ് ഓഫ് ലോഗ് 3 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y is equal to cos x into cos y. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയാൽ മതി. dy by dx നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ cos x ഇൻറ്റു മൈനസ് സൈൻ y ഇൻറ്റു dy by dx. വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ഡിഫറൻസിയേഷൻ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തുന്നത്. അപ്പോൾ കോസ് ഇൻറ്റു കോസ് വൈയുടെ പ്ലസ് കോസ് വൈ ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്. ഇനി ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്തു. എക്സിന് പകരം 60, വൈക്ക് പകരം 30. എക്സിന് പകരം 60, വൈക്ക് പകരം 30. എക്സിന് പകരം 60, അപ്പോൾ കോസ് 60, എക്സിന് പകരം 60, കോസ് 60 1/2 ഇൻറ്റു വൈക്ക് പകരം 30, സൈൻ 30 മൈനസ് 1/2 ഇൻറ്റു dy by dx. വീണ്ടും മൈനസ്, ഈ മൈനസ് നീക്കി കിട്ടും. വൈക്ക് പകരം 30, കോസ് 30 √3/2. സൈന് പകരം 60, സൈൻ 60 √3/2. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ 1/4 വരും. അപ്പോൾ dy by dx പുറത്തേക്ക് എടുത്താൽ 1 + 1/4. 1/2 ഇൻറ്റു 1/2 1/4 ഈക്വൽ ടു റൈറ്റ് സൈഡ് 3/4 അല്ല, -3/4. LCM കണ്ടു കഴിഞ്ഞാൽ dy by dx ഇൻറ്റു 5/4 ഈക്വൽ ടു -3/4. 4 കട്ട്, ഈ 5 താഴേക്ക് പോയാൽ -3/5. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 3 പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഓരോ കോൺസ്റ്റന്റുകളാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1, എഫ് ഡബിൾ ഡാഷ് ഓഫ് 2, എഫ് ഡബിൾ ഡാഷ് ഓഫ് 3, ഇതെല്ലാം ട്രിപ്പിൾ ഡാഷ് ഓഫ് 3 എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എഴുതിയാൽ 3x² പ്ലസ് 2x ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1 അങ്ങനെ തന്നെ എഴുതാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 അങ്ങനെ തന്നെ എഴുതി. എക്സിൻ്റെ ഡിഫറൻസിയേഷൻ 1 വരും, ഇത് 0 ആയി പോയി. അടുത്ത ഡിഫറൻസിയേഷൻ, എഗെയിൻ ഡിഫറൻസിയേഷൻ 6x പ്ലസ് 2f ഡാഷ് ഓഫ് 1, അടുത്ത ടൈം 0 ആയി പോയി. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 6. ആൻസർ ഈസ് 6 ഉള്ളൂ. ഇതിനകത്ത് തന്നെ അങ്ങ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 3 പ്രാവശ്യം ഡിഫറൻസിയേഷൻ വരില്ലേ? ആദ്യത്തെ ഡിഫറൻസിയേഷനിൽ ഇത് 0, അടുത്ത ഡിഫറൻസിയേഷനിൽ ഇത് 0, അടുത്ത ഡിഫറൻസിയേഷനിൽ ഇത് 0. 2x x² ആയിരുന്നു, ആദ്യത്തെ ഡിഫറൻസിയേഷൻ 2x ആയി, പിന്നത്തേലത് 2 ആയി, പിന്നത്തേലത് 0 ആയി. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. 6 സെക്കൻഡ് ഓപ്ഷൻ. അടുത്തത് യു തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. du by dv കണ്ടുപിടിക്കണം. തീറ്റയ്ക്ക് π/4 കൊടുക്കാം. du by dv ഇതെനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ പാരാമെട്രിക് ഫോമിൽ ചെയ്യാം. du by dv എന്ന് പറഞ്ഞാൽ du by d തീറ്റ by
ഡി വി ബൈ ഡി തീറ്റ എന്ന് ചേഞ്ച് ചെയ്തിട്ട് പാരാമെട്രിക് ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ യു എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് ഓഫ് -2 തീറ്റയാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് -cos2 തീറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. സീക്ക് ഇൻവേഴ്സ് എക്സ് കോസ് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് കോസ് ഇൻവേഴ്സ് 1/x എന്നാക്കുന്നു. ദെൻ ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നും എഴുതാം. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നും എഴുതാം. അപ്പൊ ഇതിനെ നമുക്ക് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ cos2 തീറ്റ. കോസ് ഇൻവേഴ്സ് കട്ട്, ഇറ്റ്സ് ബിക്കം പൈ മൈനസ് 2 തീറ്റ. ശരിക്കും ഇതിന്റെ ഡൊമൈനൊക്കെ നോക്കി ചെയ്യേണ്ടതാണ്. ഈ ക്വസ്റ്റ്യനിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഡി യു ബൈ ഡി തീറ്റ ഈക്വൽ ടു പൈയുടെ ഡിഫറൻസിയേഷൻ 0 വരും, -2 എന്ന് വരും. ദെൻ ഡി വി ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ -sin തീറ്റ എന്ന് വരും, -sin തീറ്റ എന്ന് വരും. തീറ്റയ്ക്ക് പകരം എത്ര കൊടുക്കും? π/4 കൊടുക്കും. തീറ്റ ഈക്വൽ ടു 45 which is equal to -1/√2. അപ്പോൾ ഡി യു ബൈ ഡി വി എന്ന് പറഞ്ഞാൽ we get which is equal to ഡി യു ബൈ ഡി തീറ്റ -2 വരും ബൈ -1/√2 വരും. √2 ന്യൂമറേറ്ററിലേക്ക് പോയി മൈനസ് പ്ലസ് ആവും. ആൻസർ ബിക്കം 2√2. ഇത് നമ്മൾ നേരത്തെ കണ്ട മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x-2 ഇൻറ്റു x-1 എന്ന് എഴുതാം അല്ലെ. x-2 ഇൻറ്റു x-1. ഇതിനകത്ത് ക്രിട്ടിക്കൽ പോയിന്റ് ടേണിങ് വരുന്നത് ഫസ്റ്റ് ഫാക്ടർ 0 കൊടുത്താൽ x ഈക്വൽ ടു 2ഉം ഇത് 0 കൊടുത്താൽ x ഈക്വൽ ടു 1. അപ്പൊ 2-ലും 1-ലും ഷാർപ്പ് എഡ്ജ് വരും, കോർണർ പോയിന്റ് വരും. ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആവും. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നോട്ട് ഈക്വൽ. സോ x ഈക്വൽ ടു 1, x ഈക്വൽ ടു 2 ഈ 2 പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മതി. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയാലും മതി. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് എക്സിനും വൈക്കും, എക്സിന് 0 എന്നും വൈക്ക് 1 എന്നും വാല്യൂസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഡിഫറൻസിയേഷനിലേക്ക് വന്നാൽ ഇ റൈസ് ടു വൈയുടെ ഡിഫറൻസിയേഷൻ ഇ റൈസ് ടു വൈ, വൈയുടെ ടൈം ആയതുകൊണ്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് x² വൈക്ക് പ്രോഡക്റ്റ് റൂള് x² ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y ഇൻറ്റു x²ൻ്റെ 2x പ്ലസ് xy²ൻ്റെ x ഇൻറ്റു y²ൻ്റെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y² ഇൻറ്റു എക്സിൻ്റെ 1 ഈക്വൽ ടു റൈറ്റ് സൈഡ് e² ആണ്. e²ൻ്റെ ഡിഫറൻസിയേഷൻ 0. ഇനി എക്സ് വരുന്നിടത്തൊക്കെ 0 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. വൈക്ക് 1 കൊടുത്തു കേട്ടോ. പ്ലസ് ഇവിടെ എക്സ് വരുന്നതുകൊണ്ട് 0 വരും, പ്ലസ് ഇവിടെ എക്സ് വരുന്നതുകൊണ്ട് 0 വരും, പ്ലസ് ഇവിടെ എക്സ് വരുന്നതുകൊണ്ട് 0 വരും, പ്ലസ് ഇവിടെ y വരുന്നതുകൊണ്ട് 1 വരും. ഈക്വൽ ടു 0. നോക്കൂ, ഇത് ഞാൻ ഡി വൈ ബൈ ഡി എക്സ് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സമയം നഷ്ടപ്പെടും. ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. എക്സ് കാണുന്നിടത്തൊക്കെ 0 എന്നും y കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഉള്ള ടൈമുകളൊക്കെ 0 ആയിപ്പോയി. ഇത് റൈറ്റിലേക്ക് പോയിട്ട് therefore ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 അപ്പുറം പോയിട്ട് -1/e എന്ന ഓപ്ഷൻ കിട്ടും. -1/e ഫിഫ്ത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു മോഡ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് -10 ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് -x² എന്ന് എഴുതാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോഡ് എക്സിനെ നമുക്ക് നേരത്തെ പറഞ്ഞതാണ് -x എന്ന് എഴുതാം,
എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എക്സ് എന്ന് എഴുതാം, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ. ഇവിടെ ഡിഫറൻസിയേഷൻ കഴിഞ്ഞിട്ട് എക്സിന് -10 കൊടുക്കാൻ പറഞ്ഞേക്കണേ. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണ്, എക്സിന് -10 കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു ആഫ്റ്റർ ഡിഫറൻസിയേഷൻ. സോ ഈ മോഡ് എക്സിന് പകരം -x എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഇൻറ്റു -x, അങ്ങനെ -x² വരും. സോ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ -2x വരും. എക്സിന് -10 കൊടുക്കുന്നു. എഫ് ഡാഷ് ഓഫ് -10 എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു -10, ആൻസർ 20 വരും. ആ മൈനസിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ -20. എഫ് ഡാഷ് ഓഫ് 10 ആയിരുന്നുവെങ്കിൽ 20 വന്നു. ഇത് -10 ആയതുകൊണ്ടാണ് ആൻസർ മാറിയത്. ഇതൊരു ഫംഗ്ഷന്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലോഗരിതം എടുക്കാം ബിഫോർ ഡിഫറൻസിയേഷൻ. അപ്പോൾ log y ഈക്വൽ ടു x ഇൻറ്റു log ഓഫ് tan x. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. ലെഫ്റ്റ് സൈഡ് 1/y ഇൻറ്റു dy by dx. Applying product rule. First into derivative of second, it become 1/tan x into tan in the differentiation sec² x plus second function, that is log tan x into x in the differentiation 1. Then y cross multiply ചെയ്താൽ dy by dx equal to y into എന്ന് വരും. yക്ക് പകരം നമുക്ക് tan x the whole raised to x അങ്ങ് എഴുതിയേക്കാം, into x sec² x by tan x plus log tan x എന്ന് കിട്ടും. അല്ല, ഇത് വേണ്ട. കാരണം 1/y ഇൻറ്റു അല്ലേ ചോദിച്ചിരിക്കുന്നത്, 1/y ഇൻറ്റു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. x sec² x by tan x ഡയറക്റ്റ് ഈ ആൻസറിൽ എഴുതിയാൽ മതി. പക്ഷെ ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അല്ലേ? കുഴപ്പമില്ല, നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. ലോഗരിതം എടുത്തു. 1/y is equal to x into log tan x, which is equal to x into 1/y into dy by dx. നോക്കാം. ഫസ്റ്റ് ടൈം ആ ഓപ്ഷൻ്റെ ഓർഡറിൽ തന്നെ നമുക്ക് എഴുതാം. ഫസ്റ്റ് ടൈം ലോഗ് ടാൻ എക്സ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. മറ്റേതിൽ ചെറിയൊരു ട്രിഗണോമെട്രി അപ്ലൈ ചെയ്തേക്കാന്ന്. ലോഗ് ടാൻ എക്സ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പ്ലസ് എക്സ് ഇൻറ്റു ദെൻ 1/tan കോട്ട് വരും. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ വരും. റിപ്പീറ്റ്, 1/tan കോട്ട് വരും. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ വരും. സീക്ക് സ്ക്വയറിനെ 1/cos² എന്ന് എഴുതും. കോസ് കട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ദെൻ ഒരു 2 കൊണ്ട് ന്യൂമറേറ്ററും ഒരു 2 കൊണ്ട് ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടി? ലോഗ് ടാൻ എക്സ് പ്ലസ് ന്യൂമറേറ്റർ 2x വരും. 2 ഇൻറ്റു എക്സ്. താഴെ സൈൻ 2x വരും. ഏത്? 2 sin x cos x is sin 2x. 1/sin 2x cosec 2x വരും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ മതിയല്ലോ. നോക്കൂ, ലോഗരിതത്തിൽ വേണമെങ്കിൽ ലോഗരിതം കാണാം കേട്ടോ. എക്സ് ഇ ഹോൾ റേസ് ടു വൈ സീക്വൽ ടു ഇ റേസ് ടു എക്സ്. ഈ ആയതുകൊണ്ട് ലോഗരിതം കാണുന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ദെൻ ലോഗരിതം എടുക്കുകയാണെങ്കിൽ y ഇൻറ്റു ലോഗ് എക്സ് ഇ സീക്വൽ ടു ലോഗ് ഇ റേസ് ടു എക്സ്. നിങ്ങൾക്കറിയാം ലോഗരിതത്തിന്റെ ബേസ് t ആണ്. അപ്പോൾ അത് ക്യാൻസലായി പോയിട്ട് ഇത് ശരിക്കും y ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 വരും. സീക്വൽ ടു എക്സ് വരും. സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തി ഞാൻ എഴുതി. മനസ്സിലായോ? ഇതിനെ നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അപ്പം ലോഗ് എക്സ് പ്ലസ് ലോഗ് ഇ വരും. ലോഗ് ഇ ടു ദ ബേസ് ഇ 1 വരുമെന്ന്. അടുത്ത സ്റ്റെപ്പ് y is equal to x by 1 പ്ലസ് ലോഗ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഡിഫറൻസിയേഷൻ നടത്തണേ നടത്താം, അല്ലാതെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. dy by dx അപ്ലൈങ് കോഷ്യന്റ് റൂൾ.
ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് എക്സ് കട്ട്. ഇനി എക്സിന് 1 കൊടുക്കുന്നു. എക്സിന് 1 കൊടുത്താൽ ലോഗ് 1 0 കിട്ടും അല്ലേ? അപ്പോൾ 1 മൈനസ് 1 ആൻസർ 0 ആയി പോവുമല്ലോ അല്ലെ? ന്യൂമറേറ്റർ 1 മൈനസ് 1 0 ആയി പോയി. ഫസ്റ്റ് ഓപ്ഷൻ ഡിഫറൻസിയേഷൻ നടത്തുന്നു. എക്സിന് 1 എന്ന് കൊടുക്കുന്നു. ലോഗ് 1 0. അപ്പോൾ ഇവിടെ 1 മൈനസ് 1 കിട്ടും. ന്യൂമറേറ്റർ ബിക്കം 0. ആൻസർ ബിക്കം 0. നെക്സ്റ്റ്, y is equal to sin x into sin 2x, t is equal to cos x, then dy by dt കണ്ടുപിടിക്കണം. dy by dt കണ്ടുപിടിക്കണം. കുഴപ്പമില്ല. പിന്നെ ഇത് രണ്ടും എക്സിന്റെ ടേമിലാണ് തന്നേക്കണം. അപ്പം ഞാൻ ഇതിന് എങ്ങനെ എഴുതി വന്നിട്ടോ? ഏത് dy by dx by dt by dx നമ്മുടെ പാരാമെട്രിക്കിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ ഇതിനെ സൈൻ 2x-നെ 2 sin x cos x എന്ന് മാറ്റിയിട്ട് cos x-ന് പകരം t കൊടുത്ത് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതി ചെയ്യുവാണേ. അപ്പോൾ dy by dx അല്ല, ഇത് അവർ ടീയുടെ ടൈമിൽ തന്നെ ആൻസർ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് അത് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് y is equal to dy by dt കാണണം. ആദ്യം ഇപ്പം ഇത് തന്നെ നോക്കാം. y is equal to sin x into 2 sin x cos x. ഓക്കെ, then y is equal to 2 sin square x into cos x. Okay. dy by dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ 2 sin square into cosന്റെ മൈനസ് sin x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2 sin square x-ന്റെ 4 sin x into sin x-ന്റെ കോസ്. ഓക്കെ, ദെൻ dt by dx എന്ന് പറഞ്ഞാൽ മൈനസ് sin x. സോ dy by dt എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? dy by dx ഇതാണ് by dt by dx. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഈ dy by dx-നെ ഒന്ന് അറേഞ്ച് ചെയ്യാലോ. 2 പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ -2 sin cube x പ്ലസ് 4 ഒരു sin x അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. 4 sin x into cos square x by minus sin x. ഒരു മൈനസ് sin x കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസോടെ വന്നിട്ട് ഇത് മൈനസ് പ്ലസ് ആയിപ്പോയി. ഇത് 2 sin square x വരും. പിന്നെ ഇത് -4 cos square x വരും. ഓക്കെ, 4 cos square x വരും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻ ടേംസ് ഓഫ് ടി അല്ലേ ആൻസർ കൊടുത്തിരിക്കുന്നത്? ഈ സൈൻ സ്ക്വയറിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. -4 cos square x വിച്ച് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 -2 cos square -4 cos square -6 cos square x എന്ന് കിട്ടി. 2 -6 cos square x എന്ന് കിട്ടി. ഇനി നമുക്ക് cos x-ന് പകരം t കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 2 -6 t square എന്ന് കിട്ടി. 2 -6 t square. 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് പ്ലസ് 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. 2 × 1 - 3 t square. ഞാനിപ്പോൾ ഡിഫറൻസിയേഷൻ നടത്തി ഓപ്ഷൻ നോക്കി എല്ലാം ടിയിലേക്ക് മാറ്റി. വൈയുടെ ഡിഫറൻസിയേഷൻ നടത്തി dy by dx കിട്ടി, dt by dx കിട്ടി, dy by dt കണ്ടു.
ഇവിടം വരെ ചെയ്തു. നോക്കിയപ്പോൾ ഓപ്ഷനിലാണ് ടി ആ വന്നിരിക്കുന്നത്. ടി വരണമെങ്കിൽ കംപ്ലീറ്റ് കോസ് വരണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സൈൻ സ്ക്വയറിനെ കോസ് സ്ക്വയറിലേക്ക് മാറ്റി. അപ്പോൾ കംപ്ലീറ്റ് കോസ് ആക്കി. അപ്പോൾ ടിയിലെ ആൻസർ കിട്ടി. അതാണ് ഒരു മെത്തേഡ്. അതല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ കോസ് എക്സിന് പകരം ടി കൊടുത്താൽ അപ്പോൾ 3 വേരിയബിൾ വരും. 2 സൈൻ സ്ക്വയർ എക്സ്. വേറൊരു ഐഡിയ കൂടെ നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാൽ ഇതിനെ 2 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. ആരെ? സൈൻ സ്ക്വയർ എക്സിന്. വിച്ച് ഈസ് ഈക്വൽ ടു 2 കോസ് എക്സ് മൈനസ് 2 കോസ് ക്യൂബ് എക്സ് എന്ന് കൊടുത്തു. ഇത്രയൊക്കെയാണോ? വേറൊരു ടെക്നിക്ക്. കീമല്ല, ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കുറേ അധികം ലെങ്തി ആയില്ലേ, അതുകൊണ്ടാണ് വേറെ ഐഡിയയെ കുറിച്ച് ആലോചിച്ചത് കേട്ടോ. വൈ എഴുതി, സൈൻ എക്സ് എഴുതി. സൈൻ 2x-ന് 2 സൈൻ എക്സ് കോസ് എക്സ് കൊടുത്തു. സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ വന്നു. സൈൻ സ്ക്വയറിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ കൊടുത്തു. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നുണ്ടല്ലോ y സീക്വൽ ടു 2t മൈനസ് 2t ക്യൂബ് എന്നല്ലേ? t ഈക്വൽ ടു കോസ് എക്സ് അല്ലേ? ദെൻ dy ബൈ dt കണ്ടു. dy ബൈ dt കണ്ടു. അപ്പോൾ 2 മൈനസ് 6t സ്ക്വയർ കിട്ടി. 2 പുറത്തേക്ക് എടുത്തു. 1 മൈനസ് 3t സ്ക്വയർ കിട്ടി. ഗെറ്റ് ദ ഓപ്ഷൻ. ഇതായിരുന്നു കേട്ടോ എളുപ്പം അല്ലേ? ഇതായിരുന്നു എളുപ്പം. ഐഡിയ കിട്ടിയോ? ഈ സ്റ്റെപ്പിലേക്ക് ഒന്നും പോകണ്ട. ആൻസർ കിട്ടി. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടി. മാത്തമാറ്റിക്സ് അല്ലേ? dy ബൈ dt കണ്ടുപിടിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം ഇതിനെ മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ചിന്തിച്ചത് കോസ് എക്സിന് പകരം ടി കൊടുത്താലോ എന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ y, x, t 3 വേരിയബിൾ ഒരു പ്രശ്നമായി. എപ്പോഴാണ് പെട്ടെന്ന് കിട്ടിയത്? സൈൻ സ്ക്വയറിനെ എന്നാൽ കോസ് സ്ക്വയറിലേക്ക് മാറ്റാം. ഇപ്പം കംപ്ലീറ്റ് ടി ആയി. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ. ഇത് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇതായിരിക്കും എളുപ്പം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഡയറക്റ്റ് ഫോർമുല പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എക്സിന് നിങ്ങൾ സൈൻ തീറ്റ കൊടുക്കുന്നു. എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുത്താൽ y is equal to എന്ത് വരും? y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ വരും. എക്സിന് സൈൻ കൊടുത്താൽ 2 സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ. കോസ് സ്ക്വയറിൻ്റെ റൂട്ട് കോസ്. which is equal to sin inverse of sin 2 theta വരും. that is 2 theta വരും. so y is equal to 2 theta. ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ, നമ്മൾ തീറ്റ വെച്ച് ഡിഫറൻസിയേഷൻ നടത്തിയാലും കുഴപ്പമില്ല. എന്നിട്ട് എക്സിന് 0 കൊടുക്കുന്നത്, എന്തായാലും ആൻസർ കിട്ടും. അതല്ലെങ്കിൽ y is equal to 2 sin inverse x എന്ന് കൊടുത്തു. 2 sin inverse x. y is equal to 2 sin inverse x. മനസ്സിലായോ? ഏത്? തീറ്റയ്ക്ക് പകരം സൈൻ ദെൻ ഡിഫറൻസിയേഷൻ dy ബൈ dx എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സിന്റെ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്താൽ ആൻസർ ബിക്കം 2. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ഫോർമുലയൊക്കെ ജെ ലെവലിൽ പഠിക്കേണ്ട ഇസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. 1 മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോൾ എക്സിന് സൈൻ കൊടുക്കുന്നു. എക്സ് സ്ക്വയർ മൈനസ് 1 ആണെങ്കിലോ സീക്ക് സ്ക്വയർ കൊടുക്കാം. 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിലോ ടാൻ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്തൊക്കെയോ വ്യത്യാസം പോലെ തോന്നുന്നില്ലേ? കുറെ NX ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചുമ്മാ ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തി നോക്കാം. അപ്പൊ ലെഫ്റ്റ് സൈഡ് വരുന്നത് n ഇൻറ്റു എഫ് ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഡാഷ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു n ഡിഫറൻസിയേഷൻ n ഇൻറ്റു എഫ് ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഡാഷ് എക്സ്. റൈറ്റ് സൈഡ് വരുന്നത് എഫ് ഡാഷ് ഓഫ് nx ഇൻറ്റു n. എഫ് ഡാഷ് ഓഫ് nx ഇൻറ്റു n. എഫിൻ്റെ ഡിഫറൻസിയേഷൻ എഫ് ഡാഷ് വരും. nxൻ്റെ ഡിഫറൻസിയേഷൻ n വരും. n കട്ടായിപ്പോയി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എഫ് ഡാഷ് nx ഇത് താഴേക്ക് കൊണ്ടുപോയാൽ പോരെ? അപ്പോൾ എഫ് ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് nx ബൈ എഫ് ഡാഷ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എഫ് ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 എന്ന ഓപ്ഷൻ ഇല്ല.
എഫ് ഡാഷ് ഓഫ് എൻ എക്സ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് വേറെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തി നോക്കിയാലോ? ഇതിനെ വേണമെങ്കിലേ, ഇതാണ് ആൻസർ കിട്ടേണ്ടത്, പക്ഷെ അത് ഓപ്ഷനിൽ ഇല്ല. എങ്കിൽ ഞാൻ ഇതിനെ ഇത് എങ്ങനെ എഴുതട്ടെ? ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ ബൈ എഫ് ഓഫ് എക്സ് എന്ന് എഴുതട്ടെ. എ റൈസ് ടു എൻ ബൈ എ റൈസ് ടു. ഇനി എന്ത് ചെയ്യും? ഇതിലേക്ക് വരട്ടെ. എഫ് ഓഫ് എക്സ് റൈസ് ടു എന്നിന് പകരം എഫ് ഓഫ് എൻ എക്സ് എഴുതിയാലോ? എഫ് ഓഫ് എൻ എക്സ് ബൈ എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എൻ എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയേക്കാം. കിട്ടിക്കളഞ്ഞു. ഡിഫറൻസിയേഷൻ നടത്തും ഡയറക്റ്റ് ആയിട്ട്, പക്ഷെ അത് ഓപ്ഷനിൽ കാണുന്നില്ല. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മതി. ഓപ്ഷനിലേക്ക് എങ്ങനെ എത്തിക്കും, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അടുത്തത് ഡയറക്റ്റ് പാരാമെട്രിക് ഫോമിൽ ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തി നോക്കാം അല്ലേ. എക്സ് ക്യൂബ് ഉണ്ട്, വൈ ക്യൂബ് ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തി നോക്കാം. എക്സ് ക്യൂബിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 3x² ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ സീക്കൽ ടു കോസ് തീറ്റ വരും. വൈയുടെ ഡിഫറൻസിയേഷൻ ആണെങ്കിൽ 3y² ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ ഇത് താഴേക്ക് വന്നിട്ട് മൈനസ് സൈൻ തീറ്റ ബൈ 3y² വരും ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ 3x² വരും. 3 കട്ടാവും. then എക്സ് മൈനസ് അവിടെ വേണ്ടി വരും. എക്സ് ബൈ y² വരും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻറ്റു സൈൻ തീറ്റ അവിടെ ഉണ്ടാവും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ x² ബൈ കോസ് തീറ്റ വരും. x² ബൈ കോസ് തീറ്റ വരും. ഓക്കെ. then കംപ്ലീറ്റ് ആൻസർ വൈയുടെ ടൈമിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് പ്രശ്നം. കംപ്ലീറ്റ് ആൻസർ വൈയുടെ ടൈമിലാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതൊന്ന് വേറെ ഒരു ചെറിയ പണി ചെയ്ത് നോക്കാട്ടോ നമുക്ക്. അത് ശരിയായില്ലേ മറ്റേതിലേക്ക് പോകാം. ഞാനിതിങ്ങ് എടുത്തിട്ടെ സ്ക്വയർ ചെയ്യും. അപ്പോൾ y റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ വരും. സംശയമുണ്ടോ? ഈ കോസ് സ്ക്വയറിനെ ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതും. സംശയമുണ്ടോ? സൈൻ സ്ക്വയറിനെ ഞാൻ 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് y റൈസ് ടു 6 എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് റൈസ് ടു 6 എന്നാണ് കിട്ടിയത്. 1 മൈനസ് എക്സ് റൈസ് ടു 6. അപ്പോൾ ഡി വൈ ബൈ ഇതിനെ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തി നോക്കിയാൽ 6y റൈസ് ടു 5 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 6x റൈസ് ടു 5. 6 കട്ട്. 6 കട്ട്. ദാറ്റ് ഇംപ്ലൈസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് റൈസ് ടു 6 ബൈ വൈ റൈസ് ടു 5 വരും. മൈനസ് എക്സ് റൈസ് ടു 6 ബൈ വൈ റൈസ് ടു 5 വരും. ഓക്കെ. ഇനി എനിക്ക് എക്സ് റൈസ് ടു 6 മാറ്റി കളഞ്ഞാൽ മതി. എക്സ് റൈസ് ടു 6 എങ്ങനെ മാറ്റാമെന്ന് നോക്കുമ്പോൾ വീണ്ടും ഞാൻ ഇവിടെ കയറി വരും. എവിടെയാണെന്ന് അറിയാം? ഇവിടെ കയറി വന്നിട്ട് എക്സ് റൈസ് ടു 6 പകരം 1 മൈനസ് വൈ റൈസ് ടു 6 കൊടുക്കും. മൈനസ് എക്സ് റൈസ് ടു 6 ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വൈ റൈസ് ടു 6 മൈനസ് 1 ബൈ വൈ റൈസ് ടു 5 എഴുതിയിട്ട് സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം.
ഇങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയേക്കൂല്ലേ. ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ കൂടെ പോയാലും കുഴപ്പമില്ല കേട്ടോ, ആൻസർ കിട്ടും. ഞാൻ ഇനിയിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ആൻസർ കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കുറേ തീറ്റ അതൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ പണി അങ്ങ് മാറ്റിയത്. ഞാൻ ചെയ്ത മെത്തേഡ് കാണിച്ചു തരാം. നോക്കൂ, ഇത് മതി, നമുക്കിതല്ലേ എളുപ്പം. സ്ക്വയർ ചെയ്തു, അപ്പോൾ കോസ് സ്ക്വയർ വരും. എന്തിനാ സ്ക്വയർ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് എക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സൈനിനെ ഇവിടെ കോസ് ആക്കണമെങ്കിൽ സ്ക്വയർ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയാണ്. കോസ് സ്ക്വയറിന് 1 - സൈൻ സ്ക്വയർ ആക്കി, സൈൻ സ്ക്വയറിന് പകരം എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ആക്കി. ഇപ്പം എക്സും വൈയും തമ്മിൽ റിലേഷനായി, എക്സും വൈയും തമ്മിൽ റിലേഷനായി. എന്നിട്ട് ഡിഫറൻസിയേഷൻ നടത്തി. അപ്പോൾ എനിക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് -x⁵5/y⁵5 വന്നു. ഇവിടം വരെ കിട്ടി. എനിക്ക് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ രണ്ട് സൈഡിൽ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഓപ്ഷനിലേക്ക് നോക്കിയപ്പോൾ കംപ്ലീറ്റ് വയ്യ. പിന്നെ ഞാൻ തിരിച്ചു ചിന്തിക്കുക, ഈ എക്സ് എല്ലാം എങ്ങനെ വയ്യാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ -x�6 ഉണ്ട്, വീണ്ടും ഇവിടെ വന്നു, അതിനെ വയ്യാക്കി മാറ്റി. ഡിഫറൻസിയേഷൻ ഈസിയാണ്, പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ലിങ്ക് ചെയ്യണം. അത് ഓപ്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയ ക്ലിക്ക് ആയിക്കോളും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാലും രണ്ട് ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട് അല്ലേ. രണ്ടെണ്ണം ചെയ്യാൻ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലേ. 5x - 2 ഇൻറ്റു e⁻x വരും, പ്ലസ് e⁻x ഇൻറ്റു 5x - 2ൻ്റെ 5 വരും. ഇനി ഇതിനകത്തെ e⁻x ഒന്ന് പുറത്തേക്ക് എടുത്താൽ 5x - 2 പ്ലസ് 5 വരും, വിച്ച് ഈസ് e⁻x ഇൻറ്റു 5x പ്ലസ് 3 വരും. അടുത്ത ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് d² y ബൈ dx². ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. e⁻x കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ 5x പ്ലസ് ഇവിടെ ഒരു 8 വരും, 5x പ്ലസ് 8 ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. കുഴപ്പമില്ല, ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ മതി, 2 പ്രാവശ്യം ചെയ്യണമെന്നേ ഉള്ളൂ. ലോഗ് ഡി വൈ ബൈ ഡി എക്സ് ലോഗരിതത്തിൻ്റെ ചെറിയ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ y = 2x എന്ന് എഴുതാം. അങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് = 2x ഇൻറ്റു log 2 to the base e എന്ന് എഴുതാം. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അറിയാമോ? ലോഗ് ബി ടു ദ ബേസ് എ എക്സ് ആണെങ്കിൽ ഈ ലോഗരിതം അവിടെ നിന്ന് കളയണമെന്നിരിക്കട്ടെ, അപ്പുറത്തേക്ക് ഉണ്ടായാൽ മതി. ബി = a⁻x ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 2³ 8 ആണെന്ന് അറിയാലോ. ഇത് ലോഗരിതത്തിലേക്ക് മാറ്റണമെങ്കിൽ ലോഗരിതം ഓഫ് 8 to the base 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. 2⁻⁻1 എന്ന് പറയുന്നത് 0.5 ആണെന്ന് അറിയാമല്ലോ, 1/2. ലോഗ് ഓഫ് ദിസ് 0.5 ടു ദ ബേസ് 2 എന്ന് ചോദിച്ചാൽ -1 ആയിരിക്കും. ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. at x = 1/2. ഇതിനകത്ത് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ് ചെയ്യേണ്ടത്. ഞാൻ വേറൊരു ഐഡിയ പറയാം. x = 1/2 അല്ലേ, അങ്ങനെയാണെങ്കിൽ 2x = 1 അല്ലേ, അങ്ങനെയാണെങ്കിൽ 2x - 1 എന്ന് പറയുന്നത് 0 അല്ലേ. x = 1/2, 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 2x = 1. അത്ര ഓക്കെയാണോ? ഇനി ഇത് നമുക്ക് ഡിഫറൻസിയേഷൻ നടത്താം. ഡിഫറൻസിയേഷൻ നടത്തുമ്പോഴേ ഇപ്പം 3 ഫംഗ്ഷനും 4 ഫംഗ്ഷൻ എത്ര വന്നാലും കുഴപ്പമില്ല, അറ്റ് എ ടൈം ഒരു ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ നടത്തും. ഇപ്പം ഞാൻ ഫസ്റ്റിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തി 1 ഇൻറ്റു ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ എഴുതും. പ്ലസ് ഫസ്റ്റിന് ഡിഫറൻസിയേഷൻ നടത്തി ബാക്കിയെല്ലാം അങ്ങനെ എഴുതി, പ്ലസ് സെക്കൻഡിന് ഡിഫറൻസിയേഷൻ നടത്തും 2, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതും. x - 1 3 - x. സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ ഒരു ടേം മാത്രം നിങ്ങൾ എടുത്താൽ മതി, വേറെ ഒരു ടേമും എടുക്കണ്ട.
വേണമെങ്കിൽ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ടൈം എഴുതി നോക്കി. പ്ലസ്. അപ്പം ഞാൻ ചെയ്തത് ഫസ്റ്റിൻ്റെ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഡിഫറൻസിയേഷൻ പ്ലസ് തേർഡിൻ്റെ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡും അങ്ങനെ തന്നെ നിർത്തും. ഫസ്റ്റും സെക്കൻഡും അതുപോലെ തന്നെ നിർത്തും. തേർഡിൻ്റെ ഡിഫറൻസിയേഷൻ -1 ഇൻറ്റു 4 - 6 പ്ലസ് ഫസ്റ്റും സെക്കൻഡും തേർഡും അങ്ങനെ നിർത്തും. ഫോർത്തിൻ്റെ ഡിഫറൻസിയേഷൻ. എന്താ ഇവിടെ പ്രത്യേകത എന്ന് അറിയാമോ? ഈ ബാക്കിയുള്ള എല്ലാ ടൈമിലും ആരുണ്ട്? 2x - 1 ഉണ്ട്. ഈ സാധനം 0 ആവും. അപ്പൊ ബാക്കിയുള്ള എല്ലാ ടൈമും 0 ആയി പോകും. ഇത് മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷന് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതിന് എക്സിന് 1/2 കൊടുത്തോ. അപ്പൊ 2 ഇൻറ്റു 1/2 -1 -1/2 വരും. ഇൻറ്റു 3 - 1/2 5/2 വരും. 4 - 1/2 7/2 വരും. ഒരു 2 കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. -35/4 കിട്ടും സെക്കൻഡ് ഓപ്ഷൻ. അല്ലാതെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. എല്ലാത്തിനെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 4th ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ഡിഫറൻസിയേഷൻ നടത്തും. തെറ്റില്ല. കറക്റ്റ് ആൻസർ കിട്ടും. ഒരു 5 മിനിറ്റെങ്കിലും പോകും. ചിലപ്പോൾ തെറ്റാം. ലോജിക്ക് അപ്ലൈ ചെയ്യുന്നവൻ അവൻ ബാക്കിയുള്ളതൊന്നും ചെയ്യില്ല. ഇത് മാത്രം ഡിഫറൻസിയേഷൻ നടത്തുന്ന ടൈം എഴുതും. സെക്കൻഡിൽ ആൻസർ എഴുതും. ആൻസറിലേക്ക് പെട്ടെന്ന് തെറ്റ് കുറയും. പക്ഷെ ആ സമയത്ത് ക്ലിക്ക് ആവണമെന്ന് മാത്രം. മോഡ് cos x - sin x. നിങ്ങൾക്കറിയാം ഈ മോഡുലസ് മാറ്റുമ്പോൾ മോഡിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് മൈനസ് ഓഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഇടുന്ന. ഈ കോസ് മൈനസ് സൈനെ സംബന്ധിച്ചിടത്തോളം കോസ് ഗ്രേറ്റർ ദാൻ സൈൻ ആയിരിക്കും. എവിടെയാണെന്നറിയാമോ? അത് 0 മുതൽ π/4 വരെ കോസ് ആയിരിക്കും വലുത്. സൈൻ ഗ്രേറ്റർ ദാൻ കോസ് ആയിരിക്കും. എവിടെയാണെന്നറിയാമോ? π/4 മുതൽ π/2 വരെ. 45 മുതൽ 90 വരെ സൈൻ ആയിരിക്കും വലുത്. 0 മുതൽ 45 വരെ കോസ് ആയിരിക്കും വലുത്. നമ്മളോട് 30 ചോദിച്ചിരിക്കുന്നത്. 30 എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിൽ വരും 30 അല്ലേ? 30 0ക്കും 45നും അടയ്ക്കുക. അവിടെ കോസ വലുത്. കോസ് വലുതായതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് തന്നെ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇത് 60 ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എങ്കിൽ, f'(60) ആയിരുന്നെങ്കിൽ ഈ റേഞ്ചിൽ വരും. ഈ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ സൈനാ വലുത്. അപ്പോൾ കോസ് മൈനസ് സൈൻ നെഗറ്റീവ് വരും. അപ്പോൾ മൈനസ് ഓഫ് എടുക്കേണ്ട വരും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഡിഫറൻസിയേഷൻ. ഇനിയിപ്പോൾ അല്ലാതെ ഡയറക്റ്റ് ചെയ്യുന്നവന് ആൻസർ കിട്ടും. ഇതിപ്പോൾ ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. -sin x -cos x. എക്സിന് എത്രയാണ് കൊടുക്കണ്ടേ? 30. എക്സിന് 30 കൊടുത്താൽ -1/2 -√3/2. -1 -√3/2 വരും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. മോഡ് x² -1. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഈ എക്സ് 1നേക്കാൾ വലുതാണെങ്കിൽ x² -1 പോസിറ്റീവ് ആയിരിക്കും. എക്സ് 1നേക്കാൾ ചെറുതാണെങ്കിൽ x² -1 നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എക്സിന് കൊടുക്കുന്ന വാല്യൂ 3/2 ആണ്. 3/2 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഈ x² -1 പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് f(x) എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ എഴുതാം. ഞാൻ ഇത് ചെക്ക് ചെയ്യുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? ഈ മോഡുലസ് വരുന്നത് കൊണ്ടാണ്. മോഡുലസ് വരുമ്പോൾ ആ മോഡുലസ് അവിടെ നിന്ന് ഞാൻ മാറ്റുന്നു. അത് മാറ്റണമെങ്കിൽ ഈ മോഡുലസിനകത്ത് വരുന്നത് എന്താണോ, ഈ മോഡുലസിനകത്ത് എന്ത് വരുന്നോ ആ സാധനം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെക്കാം. നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഓഫ് ദിസ് എഴുതേണ്ടി വരും. അതാണ് മോഡുലസിന്റെ ഡെഫിനിഷൻ. ഇത് ഇവിടെ എല്ലാ കേസിലും പോസിറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. f'(x) 2x വരും. f'(3/2) എന്ന് പറയുമ്പോൾ 2 × 3/2 വരും. ആൻസർ ബിക്കം 3. ഫസ്റ്റ് ഓപ്ഷൻ വരും. 2 കട്ട്. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഏകദേശം 31 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ വീതം ഓരോ സ്ലോട്ടിലും വന്നു. ഞാനിത് പറയാൻ കാരണം ജെയ്ക്കൊന്നും ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല.
പക്ഷേ കീമിന് ക്വസ്റ്റ്യൻസ് കുറേ അധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഡിഫറൻസിയേഷൻ. അവിടെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് അറിയാം, ഈസി ടോപ്പിക് ആണെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഈ ചെയ്ത 30 ക്വസ്റ്റ്യനിൽ ഒരു 10-15 ക്വസ്റ്റ്യനെങ്കിലും ഒരു വെറൈറ്റി ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഡയറക്റ്റ് ഡിഫറൻസിയേഷനിൽ ഉപരിയായിട്ട് മോഡുലസിൻ്റെ കാര്യം വരുന്ന ക്വസ്റ്റ്യൻ കുറേ അധികം വന്നു. മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പാരാമെട്രിക് ടൈപ്പിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കുറച്ചുകൂടെ എളുപ്പമാക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് NCERT അപ്പുറം പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് മാത്സിലെ വേറൊരു ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ.